മിനിസ്റ്ററെ, വലിയ ആവേശം നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട കലോത്സവം എന്താണ്? തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. എന്താ പറയുക? കപ്പടിച്ചു പറഞ്ഞ വരവാ. കളക്ടേഴ്സ് മീറ്റിംഗിന്റെ ഇടയിലായിരുന്നു. അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയോടൊന്ന് ചോദിച്ചത് കപ്പടിച്ച് ദൂരം കിട്ടിയപ്പോൾ വേഗം ഒന്ന് പോകുന്നതാണ്. ഇടയിൽ നല്ല ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ നമ്മുടെ വലിയ വലിയ മുന്നേറ്റമാണ് തൃശ്ശൂരിനുണ്ടായത്. കാൽ നൂറ്റാണ്ടിന് ശേഷമുള്ള കപ്പാണ്. പക്ഷെ ഇത്തവണ കലോത്സവം എന്തൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരത്ത് നടന്നപ്പോൾ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. 5 ഗോത്രകലകൾ, അത് ഉറപ്പായിട്ടും 5 ഗോത്രകലകളുടെ അവതരണം. ഇനി ആ ഗോത്രകലകൾ അഭ്യസിച്ചിരുന്നവരൊക്കെ സമൂഹത്തിന്റെ ഓരത്തല്ല, ഇനി അവരെ കണ്ടുപഠിക്കാനും അതിനുവേണ്ടി ട്രെയിൻ ചെയ്യിക്കാനും ആയിരക്കണക്കിന് ആളുകളും ജഡ്ജിമാരും ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കലോത്സവത്തിന് ഒരു പ്രത്യേകത ഗോത്രകലകൾ കൂടി വരുന്നു. ഗോത്രകലകൾ സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരല്ല ആ വിഭാഗം എന്ന് 63ാമത് സ്കൂൾ കലോത്സവം പ്രഖ്യാപിക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഈ കലോത്സവത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും ആനന്ദിപ്പിച്ചതും കണ്ണുനീർ വീഴ്ത്തിയതും ഉണ്ണിമാഷ്ട നേതൃത്വത്തിലുള്ള വെള്ളാർമല സ്കൂളുകാരാണ്. ദീർഘമായ ദിവസം അവരോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. അവരുടെ അതിജീവന ഗാഥ അതിഗംഭീരമായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്തായാലും ഈ കലോത്സവം ചരിത്രത്തിന്റെ ഭാഗമാകും. പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ